പാകിസ്ഥാൻ തെമ്മാടി രാജ്യമെന്ന് ഇന്ത്യ. ഭീകരവാദികളെ സഹായിച്ചു എന്ന പാകിസ്ഥാന്റെ കുറ്റസമ്മതത്തിൽ അതിശയമൊന്നുമില്ല എന്നും ഇന്ത്യ യുഎനിൽ പറഞ്ഞു. അതേസമയം പാകിസ്ഥാന്റെ പ്രസ്താവനകൾ ഭയത്തിന്റെ സൂചനയെന്ന് കേന്ദ്രവും പറഞ്ഞു. ഇന്ത്യയുടെ യുദ്ധ പദ്ധതി ചോർന്നു എന്ന പാക് ആരോപണവും തള്ളി. ആണവ ഭീഷണി മുഴക്കിയാലൊന്നും പാകിസ്ഥാന് തിരിച്ചടി ഒഴിവാക്കാനാകില്ല എന്ന് സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു. ഇന്ത്യയുമായുള്ള തർക്കം നയതന്ത്ര ചർച്ചകളിലൂടെ തീർക്കണമെന്ന് നവാസ് ഷെരീഫ് സർക്കാരിന് നിർദ്ദേശം നൽകിയെന്ന പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനിടെ പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കശ്മീരിന് പുറത്തുനിന്നുള്ളവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ നിർദ്ദേശം. കശ്മീർ പോലീസിനും ഇന്റലിജൻസ് ഏജൻസികൾക്കുമാണ് നിർദ്ദേശം ലഭിച്ചത്. സംസ്ഥാനത്തിന് പുറത്തുനിന്നുള്ളവർക്ക് നേരെ ആക്രമണ സാധ്യത എന്ന റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിലാണ് ഇത്. തെക്കൻ കാശ്മീരിലെ മലയോര വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചിട്ടതും ഈ റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിലാണ്. കാശ്മീരിന് പുറത്തുള്ളവരാണ് ഇവിടെ കൂടുതലായി എത്തുന്നത്. ആക്രമണം നടത്തിയ ഭീകരർ ഒളിച്ചിരിക്കുന്നതെന്ന് കരുതുന്ന വനമേഖല തെക്കൻ കാശ്മീരിലാണ്. ശ്രീനഗർ അടക്കം സഞ്ചാരികൾ കൂടുതലായി എത്തുന്ന സ്ഥലങ്ങളിൽ സുരക്ഷ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പാക് അതിർത്തിയിൽ യുദ്ധസമാനമായ സാഹചര്യങ്ങളാണ് നിലനിൽക്കുന്നത്. ഇരു രാജ്യങ്ങളും അതിർത്തികളിൽ കൂടുതൽ സൈന്യത്തെ വിന്യസിക്കുകയും സുരക്ഷ കൂട്ടുകയും ചെയ്തു. പഹൽഗാം ആക്രമണത്തിൽ ഇന്ത്യ തിരിച്ചടിക്കുമെന്ന ഭയത്തിലാണ് പാകിസ്ഥാൻ. ഇന്ത്യൻ വ്യോമാക്രമണം കണ്ടെത്താൻ പാകിസ്ഥാൻ സൈന്യം കൂടുതൽ റഡാറുകൾ അതിർത്തിയിൽ കൊണ്ടുവന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. സിയാൽകോട്ട് സെക്ടറിലേക്കാണ് റഡാർ സംവിധാനം സ്ഥാപിക്കുന്നത്. കൂടാതെ ഇന്ത്യയുടെ നീക്കങ്ങൾ കണ്ടെത്താൻ ഇലക്ട്രോണിക് വാർഫെയർ ഡിറ്റാച്ച്മെന്റുകളും ഫിറോസ്പൂർ സെക്ടറിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്ന് 58 കിലോമീറ്റർ അകലെയുള്ള ചോർ കന്റോൺമെന്റിൽ പാകിസ്ഥാൻ റഡാർ സ്ഥാപിച്ചു എന്നാണ് വിവരം. എയർ ട്രാഫിക് നിരീക്ഷണത്തിന് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന വളരെ സവിശേഷതയുള്ള റഡാറാണ് നിർമ്മിച്ചിരിക്കുന്നത്. എയർ ട്രാഫിക് നിരീക്ഷണത്തിന് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ ഉപയോഗിക്കുന്ന സവിശേഷതയുള്ള റഡാറാണ് സ്ഥാപിച്ചത് എന്നാണ് വിവരം. അതേസമയം കശ്മീരിലെ നിയന്ത്രണ രേഖയിൽ തുടർച്ചയായ 5ാം ദിവസവും പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിക്കുകയാണ്. പാക് സേനയ്ക്ക് തിരിച്ചടി നൽകിയതായി ഇന്ത്യൻ അധികൃതരും അറിയിച്ചു. കുപ്വാര, ബാരാമുള്ള ജില്ലകളിലും അഖ്നൂർ മേഖലയിലുമാണ് വെടിവയ്പുണ്ടായത്. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി മുതൽ നിയന്ത്രണ രേഖയിൽ വിവിധ ഇടങ്ങളിലെ പാകിസ്ഥാൻ സൈന്യം വെടിയുതിർക്കുകയാണ്. എന്നാൽ ആളപായം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിനിടെ പാകിസ്ഥാനെതിരെ നടപടി കടുപ്പിക്കാനൊരുങ്ങി ഇന്ത്യയും രംഗത്തെത്തി. പാകിസ്ഥാൻ കപ്പലുകൾക്കും വിമാനങ്ങൾക്കുമുള്ള അനുമതി നിഷേധിക്കും. പാകിസ്ഥാനിലെ വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമാതിർത്തിയിൽ കടക്കുന്നത് വിലക്കും. ഇതോടൊപ്പം പാക് കപ്പലുകൾ ഇന്ത്യൻ തുറമുഖത്ത് എത്തുന്നതും തടയുന്നതിനുമുള്ള തീരുമാനമെടുത്തേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യൻ വിമാനങ്ങൾ വ്യോമാതിർത്തി കടക്കുന്നത് പാകിസ്ഥാൻ നേരത്തെ നിഷേധിച്ചിരുന്നതാണ്. പഹൽഗാമിൽ കൂട്ടക്കൊല നടത്തിയ ഭീകരരുടെ ഒളിയിടങ്ങളിലേക്ക് സുരക്ഷാസേന അടുത്തതായും റിപ്പോർട്ടുകൾ വന്നു. അനന്ത്നാഗിന്റെ മുകൾ ഭാഗത്തും സൈന്യം, രാഷ്ട്രീയ റൈഫിൾസ്, അർദ്ധസൈനിക വിഭാഗങ്ങൾ എന്നിവർ സംയുക്തമായി നടത്തുന്ന തെരച്ചിൽ തുടരുകയുമാണ്. പ്രാദേശിക ഗോത്ര സമൂഹങ്ങളിൽ നിന്നുള്ള വിവരങ്ങളെയും സാങ്കേതിക തെളിവുകളെയും ആശ്രയിച്ചുകൊണ്ടാണ് ഭീകരരെ തിരയുന്നത് എന്ന് ജമ്മു കാശ്മീർ പോലീസിലെ ഉദ്യോഗസ്ഥരും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.